നമസ്കാരം. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ താമരവിരി രാജ്യ തലസ്ഥാനത്തിന്റെ മികച്ച ഭാവിക്കായി അവസരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മോദി വോട്ട് അഭ്യർത്ഥിച്ചത്. ഡൽഹി സർക്കാരിന്റെ നിലവിലെ ക്ഷേമ പദ്ധതികൾ ബി.ജെ.പി ഭരണത്തിലെത്തിയാൽ തുടരും. എന്നാൽ അത്തരം പദ്ധതികളിലെ അഴിമതി ഇല്ലാതാക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത 25 വർഷങ്ങൾ നിർണായകമാണ്. ഡൽഹിയിൽ വികസനം കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് മാത്രമേ കഴിയൂ. മെട്രോ സർവീസ് രാജ്യ തലസ്ഥാനത്തിന്റെ ഓരോ കോണിലും എത്തിച്ചത് ബി.ജെ.പി ആണ്. ആം ആദ്മി പാർട്ടി എന്ന ദുരന്തത്തെ ഭരണത്തിൽ നിന്നും തൂത്തെറിയാനുള്ള അവസരമാണിത്. ജനങ്ങളുടെ 10 വർഷം അവർ നശിപ്പിച്ചെന്നും മോദി വ്യക്തമാക്കി. ഡൽഹിക്കായി മികച്ച പദ്ധതികളാണ് മോദിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. ജനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മോദി സർക്കാർ സംസാരിക്കുന്നത്. കേന്ദ്രം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ താറടിക്കുന്ന സമീപനമാണ് കെജ്രിവാൾ സർക്കാർ സ്വീകരിക്കുന്നത്. എ.പി സർക്കാരിന്റെ മുഖമുദ്രയായ എ.പിയുടെ നുണകൾക്കെതിരെ ബി.ജെ.പി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. എ.പി ഭരണം ഡൽഹിക്ക് ദുരന്തമാണെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ആയുഷ്മാൻ ഭാരത് പോലുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ ആപ് സർക്കാർ സമ്മതിക്കുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാവുന്ന മേഖലകളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ആപ്പിനെതിരെ പ്രധാനമന്ത്രി നടത്തുന്ന രണ്ടാമത്തെ പരസ്യ വിമർശനമാണിത്. കഴിഞ്ഞ 10 വർഷം ആപ്പ് നഷ്ടപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഡൽഹിയുടെ വികസനം അഭിവാജ്യ ഘടകമാണ്. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ആ ഭരണം വെറും ദുരന്തമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ഭരണത്തിൽ കീഴിൽ വലിയ അഴിമതികളാണ് നടന്നത്. ഇനി ആപ്പിനെ സഹിക്കാനാവില്ലെന്ന് ഡൽഹിയിലെ ജനങ്ങൾ പറയുന്നു. ബി.ജെ.പി ഭരണം മാറ്റം കൊണ്ടുവരുമെന്നാണ് ഡൽഹിയിലെ ജനങ്ങൾ വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് ബി.ജെ.പിയിൽ വിശ്വാസമുണ്ട്. ചേരികളിൽ താമസിക്കുന്നവർക്ക് സ്വാഭിമാനൻ അപ്പാർട്ട്മെന്റ് പോലുള്ള ഫ്ളാറ്റുകൾ നൽകും. ഇത് മോദിയുടെ ഉറപ്പാണ്. അടുത്ത 25 വർഷം ഭാരതത്തിന്റെയും ഡൽഹിയുടെയും ഭാവി സംബന്ധിച്ച് നിർണായകമാണെന്നും മോദി വ്യക്തമാക്കി. ഒരു ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന ഭരണവിരുദ്ധ വെല്ലുവിളി നേരിടുന്ന ആം ആദ്മി സർക്കാർ ബി.ജെ.പിയുടെ കടന്നുവരവോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എ.പിക്ക് ബാലികേറ മലയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.